പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകാൻ സൈന്യത്തിന് കേന്ദ്ര സർക്കാർ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി എന്നുള്ള വാർത്ത വരുന്നത്. അതിൻ്റെ പിന്നാലെയാണ് നിർണായക കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാ സമിതി ചേരുന്നത്. അതിന് പിന്നാലെ കേന്ദ്രമന്ത്രിസഭാ യോഗവും ചേരുന്നുണ്ട്. ഇതിനിടെ ദൗത്യം അകലെയല്ല എന്ന അടിക്കുറിപ്പുമായി പടക്കപ്പലുകളുടെ ചിത്രം നാവികസേന പങ്കുവച്ചിട്ടുണ്ട്. ഇന്ത്യൻ നീക്കങ്ങൾ കണക്കിലെടുത്ത് പാകിസ്ഥാനും മന്ത്രിസഭാ യോഗം വിളിച്ചിട്ടുണ്ടെന്ന വാർത്ത പാകിസ്ഥാനിൽ നിന്ന് വരുന്നുണ്ട്. ശ്രീനഗറിൽ നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിമും ബൽറാം നെടുങ്ങാടിയും അതുപോലെ ഡൽഹിയിൽ നിന്ന് വിനിത വിജിയും തത്സമയം ചേരുന്നു. ആദ്യം ഹാഷ്മി താജ് ഇബ്രാഹിമിലേക്ക് ആദ്യം ബൽറാമിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. ബൽറാം, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എന്താണ് നമുക്ക് അവിടെ നൽകാനുള്ളത്? പറയൂ ബൽറാം. എസ്കെൻ, ജമ്മു കശ്മീരിൽ എല്ലാ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും പോലീസിന്റെയും മറ്റ് ഏജൻസികളുടെയും സൈന്യത്തിന്റെയും ഭാഗത്തു നിന്നും പൂർത്തിയായിരിക്കുന്നു. അതിർത്തി മേഖലകളിൽ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ എല്ലാം തന്നെ സൈനിക വിന്യാസം ഇരട്ടിയിലേറെ ആക്കിയിട്ടുണ്ട്. കഴിഞ്ഞ മണിക്കൂറുകളിൽ ജമ്മു കശ്മീരിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എല്ലായിടത്തും ഇത്തരത്തിൽ സൈനിക വാഹനങ്ങൾ അടക്കമുള്ള കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കണ്ടതാണ്. കൃത്യമായ മുന്നൊരുക്കത്തോടെ അത് മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യത്തെ പോലും നേരിടാൻ കഴിയുന്ന തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ സുരക്ഷാ സേനയുടെ ഭാഗത്തു നിന്നും സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. ഇത്തരത്തിൽ ത്രിതലമായ ഒരു നീക്കം, മുന്നൊരുക്കങ്ങളാണ് നിലവിൽ ഇപ്പോൾ ജമ്മു കശ്മീരിൽ പുരോഗമിക്കുന്നത്. അതിലേറ്റവും വലുത് ഈ അതിർത്തി മേഖലയിലുള്ള സൈനിക നീക്കവുമായി ബന്ധപ്പെട്ടാണ്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും തുടർച്ചയായുള്ള പ്രകോപനങ്ങൾ തുടരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു മുന്നൊരുക്കം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നും ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്ന് ഒരു നിർദ്ദേശം, അവസാന ഒരു മൂളൽ ലഭിച്ചു കഴിഞ്ഞാൽ അത് ഗ്രൗണ്ടിൽ നടപ്പാക്കാൻ തയ്യാറാണ് സുരക്ഷാ സേന. അതിനാവശ്യമായ എല്ലാ നടപടികളും പൂർത്തിയായിരിക്കുന്നു. അത് എങ്ങനെ ഒരു പൂർണ്ണ തോതിലുള്ള ഒരു പോരാട്ടത്തിലേക്ക് പോകണോ, അല്ലെങ്കിൽ മുൻപ് കണ്ടതിന് സമാനമായി മിന്നലാക്രമണത്തിന് സമാനമായ ഒരു ഭീകരവാദികളെ മാത്രം ലക്ഷ്യം വെച്ചുള്ള ഒരു ആക്രമണമാണോ എന്ന കാര്യത്തിലാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. അതിൻ്റെ സമയം മാത്രമാണ് ഇനി നിശ്ചയിക്കേണ്ടത്. അതേസമയം ഭീകരവാദികൾക്ക് എതിരായ നടപടികളും പുരോഗമിക്കുകയാണ്. തെരച്ചിൽ പ്രവർത്തനങ്ങൾ ഇപ്പോഴും സജീവമായി പോകുന്നു. അതിൽ ഏറ്റവും പ്രധാനം, കഴിഞ്ഞ ദിവസവും ഈ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഭീകരരുമായി ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായി എന്നുള്ളതാണ്. എന്നാൽ ആ പ്രദേശവും ഭീകരവാദികൾ സഞ്ചരിക്കുന്ന ദിശയും നിലവിലുള്ള മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയില്ല. അത് ഈ ഓപ്പറേഷന്റെ പോലും ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു മാർഗനിർദ്ദേശം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത്. അതേസമയം ഭീകരവാദികൾക്ക് തൊട്ടടുത്ത് ഇന്ത്യൻ സൈന്യം ഉണ്ട് എന്നും ഏത് നിമിഷവും ഒരു ശുഭവാർത്ത താഴ്വരയിൽ നിന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ സുരക്ഷാ സേനയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഒപ്പമാണ് ഭീകരവാദികൾക്ക്, പ്രാദേശിക ഭീകരവാദികൾക്കെതിരായ നടപടികളും സജീവമായി പുരോഗമിക്കുകയാണ്. എസ്കെൻ. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി.